കോൺഗ്രസ് പാർട്ടി ഏത് വർഗ താല്പര്യമാണ് സംരക്ഷിച്ചതെന്ന് നമ്മൾ പരിശോധിക്കണം. ഏത് വർഗത്തിൻ്റെ താല്പര്യമാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമായിട്ട് വന്നിട്ടുള്ളത്. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കൻഡിൽ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് അവിടെ ആ കോൺഗ്രസ്സിൽ, അതായത് മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ രണ്ടാം കോൺഗ്രസ് താഷ്കൻഡിൽ ചേരുമ്പോൾ ഒരു സൈദ്ധാന്തിക ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം അംഗീകരിച്ചു. ആ പ്രമേയത്തിൻ്റെ പേര് കൊളോണിയൽ തീസിസ് എന്നാണ്. കൊളോണിയൽ തീസിസ് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിത്തം വളർന്നു, സ്വാഭാവികമായിട്ടും മറുവശത്ത് തൊഴിലാളിയും വളരും. ഇവർ രണ്ടു കൂട്ടരും ചേർന്ന് ഈ മുതലാളിത്തത്തിന് മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ എലമെൻസിനെ മുഴുവൻ തകർത്തു, അവരുടെ മൂല്യങ്ങളെയും തകർത്തു. അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചത്. എന്നാൽ ഈ മുതലാളിമാർ യൂറോപ്പിലെ പ്രാങ് ഫ്യൂഡലിസത്തിന് മുമ്പുണ്ടായിരുന്ന ഉൽപ്പാദന ബന്ധങ്ങളെയും മൂല്യങ്ങളെയും തകർത്ത് മുതലാളി തൊഴിലാളി ബന്ധം സ്ഥാപിച്ച് മൂലധനം സ്ഥാപിച്ച് മുതലാളിത്തമായി തീർന്ന രാജ്യങ്ങൾ കോളനി രാജ്യങ്ങളിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്താ? അവിടെ പ്രീ ഫ്യൂഡലായിട്ടുള്ള സാധനമുണ്ട്, ഫ്യൂഡലായിട്ടുള്ള സാധനമുണ്ട്, ചിലയിടത്തൊക്കെ ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസീസ് വന്നിട്ടുമുണ്ട്. കാരണം മുഗള ഭരണകാലത്ത് ഇന്ത്യയിൽ ചില പ്രത്യേക മേഖലകൾ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ മുതലാളിത്ത രൂപത്തിലുള്ള മാസ് പ്രൊഡക്ഷൻ്റേതായ ചില സൂചനകളുണ്ട് എന്ന് സോവിയറ്റ് പഠനങ്ങൾ, ആൻറ്റനോവ എന്നൊക്കെ പറഞ്ഞ സോവിയറ്റ് പഠനങ്ങൾ സ്ഥാപിച്ചു. സൂററ്റ്, അഹമ്മദാബാദ് തുടങ്ങിയ യന്ത്രങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. നൂല് നോക്കുന്ന ഒരിടത്ത്, നെയ്യുന്ന മറ്റൊരിടത്ത്, അത് ഉൽപ്പന്നം ചരക്കാക്കി മാറ്റുന്ന വേറെ സ്ഥലത്ത്, അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറൊക്കെ വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ മുതലാളിത്ത പൂർവ്വ സാധനങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലേക്കാണ് മുതലാളിമാർ വരുന്നത്. അവർക്കെതിരെയുള്ള പ്രതിരോധമെന്ന നിലയ്ക്കാണ് ദേശീയത വരുന്നത്. ആ ദേശീയതയുടെ ഭാഗമായിട്ടാണ് ചെറുത്തുനിൽപ്പുകളും തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾക്ക് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ഗാന്ധി തന്നെ ചമ്പാരനിൽ ഇടപെട്ടു, അല്ലെങ്കിൽ ഖേഡയിൽ ഇടപെട്ടു. പങ്ക് കൃഷിക്കാരുടെ കാര്യത്തിൽ, ചമ്പാരനിലെ നീലം കൃഷിക്കാരുടെ കാര്യത്തിലൊക്കെ ഗാന്ധി തന്നെ 1920 മുമ്പ് തന്നെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ നേരത്തെ വന്നു. ട്രേഡ് യൂണിയൻ്റെ രൂപമില്ലെങ്കിലും ലേബർ, അതൊരു ക്ഷേമ സംഘടന, വെൽഫെയർ സൊസൈറ്റീസാണ് ഇവയെല്ലാം വരുന്നത്. 1917 റഷ്യൻ വിപ്ലവം ഇതിനെയൊക്കെ മാറ്റിമറിച്ചു. യൂറോപ്യന്മാർക്ക് പേടിയായി, ഏഷ്യൻ രാജ്യങ്ങൾക്ക് പ്രതീക്ഷയായി. 17 റഷ്യൻ വിപ്ലവം, 19 സോവിയറ്റ് യൂണിയൻ ആകുന്നു. സോവിയറ്റ് യൂണിയൻ ആയതിനു ശേഷമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാർവദേശീയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ രണ്ടാം ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു, മൂന്നാം ഇൻ്റർനാഷണൽ രണ്ടാം സമ്മേളനം ചേരുന്നു. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിയും തൊഴിലാളിയും മാത്രമേ ഉള്ളൂ. ഏഷ്യൻ രാജ്യങ്ങളിലോ? ഏഷ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ മുതലാളിയുണ്ട്, തദ്ദേശീയരായ നാടുവാഴികളും കർഷക പ്രമാണിമാരും ഭൂസ്വാമിമാരുമുണ്ട്, ഇവരുടെ ചൂഷണത്തിന് വിധേയരാകുന്ന കർഷകരും തൊഴിലാളിയുണ്ട്. ഇങ്ങനത്തെ ഒരു സങ്കീർണമായ ഒരു സ്ഥിതിയാണ് കോളനികളിലുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ വേണം സോഷ്യലിസ്റ്റ് വിപ്ലവം സംഘടിപ്പിക്കാൻ, തൊഴിലാളി വർഗ വിപ്ലവം സംഘടിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു ഇൻ്റർനാഷണലിൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നം. അതിൽ രണ്ട് പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഒന്ന് റോയിയുടേതാണ്, ഇന്ത്യൻ പോയ എം എൻ റോയിയുടെയാണ്. എം എൻ റോയി പറഞ്ഞു, ഇന്ത്യയിൽ മുതലാളിത്തം ശക്തിപ്പെട്ടിരിക്കുന്നു. രണ്ട് തരം മുതലാളിമാർ ഇന്ത്യയിലുണ്ട്. വിദേശ മുതലാളിയുമുണ്ട്, ഇന്ത്യൻ മുതലാളിയുമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും കൂടി അതുപോലെ ഭൂസ്വാമിമാരും കൂടെ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്യുകയാണ്. ഈ ചൂഷണം അവസാനിപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടേതായ വിശാലമായ ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ പേര് PWP, അതായത് പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി, കർഷകരുടെയും തൊഴിലാളികളുടേതായ ഒരു പാർട്ടി ഉണ്ടാവണം. അവരുടെ ആഭിമുഖ്യത്തിൽ വേണം സമരം ചെയ്യാൻ. രണ്ട് മുതലാളിമാരും ഇന്ത്യക്ക് ദോഷമാണ്. ഇതാണ് റോയിയുടെ തീസിസ്. റോയിയുടെ തീസിസിനോട് ഏതാണ്ട് കുറേയൊക്കെ ലെനിൻ യോജിച്ചു, പക്ഷേ ഒരു വിയോജിപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, റോയിയുടെ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇന്ത്യയിൽ രണ്ട് മുതലാളിമാരുണ്ട്, അവർ ചൂഷണം ചെയ്യുകയാണ്, ഇന്ത്യക്കാർക്ക് പ്രതിരോധം വേണം, അവർ പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി വേണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ റോയി കാണാത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇന്ത്യൻ കമ്പോളം കൈയടക്കുന്നതിന് വേണ്ടി വിദേശ ബൂർഷ്വാസിയും ഇന്ത്യൻ ബൂർഷ്വാസിയും തമ്മിൽ തർക്കമുണ്ട്, തമ്മിൽ മത്സരിക്കുകയാണ്. ഇന്ത്യൻ കമ്പോളം ആർക്ക് വേണം? മുതലാളിമാർക്ക് എപ്പോഴും അവരുടെ നേതൃത്വത്തിലായിരിക്കണം കമ്പോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ വിദേശ മുതലാളിയും ഇന്ത്യൻ മുതലാളിയും തമ്മിൽ തർക്കിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ കമ്പോളം കൈയടക്കി വയ്ക്കാൻ. അപ്പോൾ വിദേശ ബൂർഷ്വാസിയെ പുറത്താക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ ബൂർഷ്വാസിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ബൂർഷ്വാസിയുമായിട്ട്
തൊഴിലാളിയും കർഷകരും ഐക്യമുന്നണി ഉണ്ടാക്കി ദേശീയ വിമോചനം എന്ന ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നവരെ നിൽക്കണം. ലെനിൻ്റെ സിദ്ധാന്തമാണ്. ദേശീയ വിമോചനമാണ് കോളനി രാജ്യങ്ങളിലെ വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം. ആ ഘട്ടം വിജയിപ്പിക്കാനായിട്ട് സ്വദേശി ബൂർഷ്വാസിയുമായും കർഷകരും തൊഴിലാളികളും സംഘടിച്ച് ബുദ്ധിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, അത് സംഘടിപ്പിക്കണം. ഇതാണ് 20 താഷ്കൻറ്റ് പ്രമേയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പിന്നെ വന്ന, അല്ലെങ്കിൽ അന്ന് 1-2 ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ സോഷ്യലിസ്റ്റുകാരുമൊക്കെ കോൺഗ്രസ്സുമായിട്ട് യോജിച്ചുകൊണ്ട് സമരം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൂടെ ആരുണ്ട്? ഇന്ത്യൻ മുതലാളി ഉണ്ട്. ഗാന്ധിജിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആരാ? ബിർളയാണ്. ടാറ്റ അപ്പോഴുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മുതലാളി ടാറ്റയാണ്. 1853 ഈ ജീജാബായി ജാംഷഡ്ജി ടാറ്റ എന്ന് പറയുന്നയാൾ എംപ്രസ് മിൽ, അന്ന് ബ്രിട്ടീഷ് ഭക്തനായിരുന്നു അദ്ദേഹം, വിക്ടോറിയ റാണിയുടെ സ്മരണാർത്ഥം അല്ലെങ്കിൽ അത് പ്രകീർത്തിച്ചുകൊണ്ട് എംപ്രസ് മിൽ, ബോംബെയിൽ മില്ല് സ്ഥാപിക്കുന്നത്. ഈ ജീജാബായി ആരാണ്? കഞ്ചാവും കറുപ്പും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ ആളാണ്. ചൈനയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില സംഭരിക്കാൻ തുടങ്ങിയപ്പോൾ തേയില വിൽക്കാം, തേയില കൃഷി പഠിപ്പിച്ചു തരൂല എന്ന കാര്യമാണ് ചൈനക്കാർ ശാഠ്യം പിടിച്ചത്. ആ തേയില കൃഷി എങ്ങനെ നടത്തണമെന്നുള്ള കാര്യം പഠിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിലോ മലേഷ്യയിലോ കൊണ്ടുപോയി തേയില കൃഷി വ്യാപിപ്പിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തേയില കൃഷിയുടെ രഹസ്യം ചോർത്തണം. ചൈനക്കാരൻ കൊടുക്കൂല. അതുകൊണ്ട് ചൈനക്കാരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത് ഇന്ത്യയിൽ ബംഗാൾ, ബീഹാർ, ഒറീസ, UP-യുടെ കിഴക്കൻ പ്രദേശം എന്ന സ്ഥലത്ത് 10 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി, ഗോതമ്പ്, ചോളം, നെല്ല് മുതലായവ കൃഷി ചെയ്തിരുന്ന 10 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നിർബന്ധമായിട്ടും ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് പോപ്പിച്ചെടി കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. 1 ലക്ഷം കുടുംബങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് ആ പണി ചെയ്യിപ്പിച്ചു. അങ്ങനെ പോപ്പി കൃഷി ചെയ്തു. അതിൽ ഊറ്റിയെടുക്കുന്ന സാധനമാണ് കറുപ്പ്. ആ കറുപ്പാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയിലേക്ക് കയറ്റുമതി ചെയ്ത് രഹസ്യമായിട്ട് ആദ്യം, അതാണ് കറുപ്പ് യുദ്ധം, ചൈനയായിട്ട് യുദ്ധം, കറുപ്പ് യുദ്ധം എന്നൊക്കെ ലോകത്തിൽ പറയുന്നുണ്ട്. ആ കറുപ്പ് കയറ്റുമതി അവർ രഹസ്യം ചോർത്തിയെടുത്തു.